നമസ്കാരം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാവുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കേരളത്തിലെ മുന്നണി സമവാക്യങ്ങൾ മാറുമോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച എന്ന് ചോദിച്ചാൽ, ഇന്ന് തിരുവനന്തപുരത്ത് കേന്ദ്രത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഒരു പ്രതിഷേധ സമരം നടത്തി. ആ സമരം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ആ പ്രതിഷേധ സമരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ട് പ്രമുഖ കക്ഷികൾ, അതിൻ്റെ നേതാക്കൾ പങ്കെടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന്, കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി അതിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ എല്ലാ MLA-മാരും അതിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് അവർ സമ്പൂർണ്ണമായിട്ട് അതിനെ നിഷേധിച്ചെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നെന്ന് പറയാനായിട്ട് കഴിയില്ല. പക്ഷേ ജോസ് കെ മാണി അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്, ശ്രേയം കുമാറും അതിൽ പങ്കെടുത്തിരുന്നില്ല. ശ്രേയം കുമാർ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഏക MLA ആയിട്ടുള്ള മോഹനും അതിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ പരിപൂർണമായിട്ടും ആ സമരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. തിരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. 2 മാസം കഴിയുമ്പോഴേക്കും തിരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷനും തിരഞ്ഞെടുപ്പുമാകും എന്ന് നമുക്കറിയാം. ആ 2 മാസത്തിന് മുന്നേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരത്തിൻ്റെ വേദിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ 2 നേതാക്കൾ പങ്കെടുത്തില്ല എന്നുള്ളത് സംശയമുണ്ടാക്കുന്നൊരു കാര്യമാണ്. സംശയമുണ്ടാക്കാനുള്ള കാരണം, UDF നിരന്തരമായി, UDFൻ്റെ എല്ലാ നേതാക്കളും നിരന്തരമായി രഹസ്യമായി ഈ 2 പാർട്ടികളുടെ നേതാക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ, നിങ്ങൾക്ക് കൂടുതൽ സീറ്റ് തരാം, കൂടുതൽ അധികാരം തരാം, നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അനുഭവിക്കുന്ന അവഗണന മുഴുവനും പരിഹരിക്കാം എന്ന് എല്ലാ ദിവസവും കോൺഗ്രസിൻ്റെ നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളടക്കം ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുമാത്രമല്ല, ജോസ് കെ മാണിക്ക് ഒരു അരമനസ് UDFിലേക്ക് കയറിയാൽ എന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതും കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടു. അത് ഒരു നല്ല പരാജയം തന്നെയായിരുന്നു. ആ നല്ല പരാജയം എന്ന് പറയുന്നത്, ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചികയായിട്ടാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ സൂചിക നൽകുന്ന സന്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി പരാജയപ്പെടും എന്നാണ്. അങ്ങനെ പരാജയപ്പെടാൻ പോകുന്ന ഒരു മുന്നണിയിൽ, മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിൽ എന്തിനു നിൽക്കണം എന്ന തോന്നൽ ഈ 2 കക്ഷികളെയും ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശ്രേയം കുമാറിൻ്റെ പാർട്ടി, അതിനൊക്കെ എന്ത് സ്വാധീനം ഒരു മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ, കാര്യമായിട്ടൊന്നും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന പാർട്ടിയേ അല്ലത്. പക്ഷേ അതിനിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ചുമക്കുന്നു, അവർ വിട്ടു കഴിഞ്ഞാൽ ഉടനെ UDF ചുമക്കും. ചുമക്കാൻ തയ്യാറായിട്ട് 2 മുന്നണികളും ചുമട്ടുകാരായി മാറിയിരിക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ സ്ഥിതി പഴയ കാലത്തതല്ല. പഴയ കാലത്ത് എപ്പോഴും പറയും, പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. മാണിയുടെ ഒരു പ്രാസമാണ്. മാണിയുടെയൊക്കെ കാലം കഴിഞ്ഞു. കേരള കോൺഗ്രസിൻ്റെ തന്നെ കാലം കേരളത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരെ ചുമക്കാൻ LDFോ അല്ലെങ്കിൽ UDFോ നടക്കേണ്ട കാര്യം സത്യത്തിലില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് മുന്നണിയുടെ അടിത്തറ വിശാലമാക്കുന്നതിലൂടെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പൊതുവെ ഇലക്ടോറേറ്റിനെ സ്വാധീനിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറും. ജനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യം, ആരാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ, അവരവരുടേതായിട്ടുള്ള ഒരു പ്രാദേശിക ലോജിക്ക് വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ഇടതുപക്ഷ മുന്നണി തോറ്റു നിൽക്കുകയാണ്. അങ്ങനെ തോറ്റു നിൽക്കുന്ന ഈ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസും അതേപോലെ തന്നെ ജനതാദളമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ മുന്നണി എങ്ങനെ ജയിക്കാനാണ് എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചോദിക്കുകയും, ഈ ചോദ്യം അശരീരി പോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ പാറി നടക്കുകയും
ജയിക്കുന്ന മുന്നണി എന്ന് പറയുന്നത് UDF ആണ് എന്ന് ഉറപ്പിക്കപ്പെടുകയും ചെയ്യും. പല ആളുകളും ജയിക്കുന്ന മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അത് വിന്നിങ് സ്ട്രാറ്റജിയുടെ പാർട്ടാണ് ശരിക്കും പറഞ്ഞത്. ജയിക്കുന്ന മുന്നണിയുടെ പൊസിഷനിലേക്ക് വരിക എന്ന് പറയുന്നത്. ആ പൊസിഷനിലേക്ക് UDF എത്തിക്കഴിഞ്ഞിരിക്കും. UDFൻ്റെ ആത്മവിശ്വാസവും അതുതന്നെയാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ 100+ എന്ന് പറയുന്നത്. അവർക്കല്ല ഒരു മുന്നണിക്കും കേരളത്തിൽ 100ലധികം സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് സാമാന്യ ബോധമുള്ള എല്ലാ രാഷ്ട്രീയ നിരീക്ഷകർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അവർ 100 സീറ്റിലധികം കിട്ടും എന്ന് പ്രഖ്യാപിച്ചു. ഉടനെ പിണറായി വിജയൻ ചെയ്തൊരു കാര്യം എന്താണ്? 110 സീറ്റും മുന്നേറ്റവും എന്ന് പറഞ്ഞ് മറ്റൊരു പ്രഖ്യാപനമാണ് നടത്തുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് പോകുന്ന ഒരു പാർട്ടി എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ കുതിപ്പ് മാത്രമാണ്. തോൽക്കും എന്ന് പറഞ്ഞ് തോൽക്കുമെന്ന് ഉറപ്പുള്ളതായിട്ടുള്ള സ്ഥാനാർത്ഥി പോലും മത്സരിക്കില്ല എന്നുള്ളത്. അത് പറയും ഞാൻ അടിച്ച് തകർക്കും, തരിപ്പണമാക്കും എതിരാളിയെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ മസിലൊക്കെ കാണിച്ച് തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ടാക്ടിക്സ് മാത്രമാണ്. പക്ഷേ നമ്മളിതിനെ കൃത്യമായിട്ട് വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ജനകീയ അടിത്തറ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് എത്രമാത്രം വലുതാകുന്നുവോ അതിനനുസരിച്ചുള്ള വിജയസാധ്യതയും കൂടിക്കൊണ്ടിരിക്കും. അതിനോടൊപ്പമാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പ് ട്രെൻഡ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭരിക്കുന്ന ഒരു പാർട്ടി ഭരണത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാൻ, പ്രോ ഇൻകംബൻസി ഉണ്ടാക്കാനായിട്ട് കഴിയുന്നവരായിരിക്കും. ആ പ്രോ ഇൻകംബൻസി ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻകംബൻസിയിലേക്ക് പോകും. ആൻറ്റി ഇൻകംബൻസിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നുള്ളതാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. പക്ഷേ ഓരോ ദിവസവും അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ വേവ് പോലെയാണ്, തരംഗം പോലെയാണ്. ഒരു ദിവസം താഴും, പിന്നെ ഒരു ദിവസം ഉയരും, പിന്നെ താഴും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചില പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ അത് ന്യൂട്രൽ ക്വാളിറ്റിയിൽ നിൽക്കുന്നതായിരുന്നു നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരവസ്ഥയിലേക്കും വേണമെങ്കിൽ എത്തിച്ചേരാവുന്ന. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായൊരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമല്ല നമ്മൾ കാണുന്നത്. ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ചിട്ട് അതൊക്കെ മാറുന്നുണ്ട്. ശബരിമല കൊള്ള, അവിടെ നടക്കുന്ന അറസ്റ്റുകൾ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുമായിട്ട് വന്ന് ഉയർന്നു വന്നിരിക്കുന്ന പെണ്ണ് പ്രശ്നങ്ങൾ, അതിൻ്റെ അറസ്റ്റുകൾ, ഇതൊക്കെ ഈ പൊതുവെ ഉയർന്നു വരുന്നതായിട്ടുള്ള ട്രെൻഡുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് പലപ്പോഴും ഭരിക്കുന്നതായിട്ടുള്ള ഭരണ പാർട്ടി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷൻ. ഇപ്പോൾ നേരത്തെ 1600 രൂപ ഉണ്ടായിരുന്നത് 2000 രൂപയ്ക്ക് മാറ്റി. തിരഞ്ഞെടുപ്പിന് മുമ്പ് 2500 രൂപയ്ക്ക് അത് മാറ്റാം. അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള വർധനവ്, അതൊക്കെ നടപ്പിലായി കഴിഞ്ഞിരിക്കും. അപ്പോൾ ഒരു വശത്തുകൂടെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരം ഉയർന്ന ഭരണവിരുദ്ധ വികാരം എന്ന നിലയ്ക്ക് ഇങ്ങനെ പതുക്കെ ഉയർന്നു വരുന്ന സമയത്ത് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷേമപ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്തി അവർ അതിനെ എന്തു ചെയ്യും, ഒരു ലെവലിലാക്കും. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ വീണ്ടും മത്സരത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയ മുന്നണിയുടെയും അടിത്തറയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഈ അടിത്തറ വികസിപ്പിക്കണം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ കേന്ദ്ര വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാത്ത 2 പാർട്ടിയുടെ നേതാക്കൾ ശ്രേയം കുമാറും ജോസ് കെ മാണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുകയാണ്. അവർ മുന്നണിയിലുണ്ടാവുമോ ഇല്ലയോ എന്നതാണ് കേരളം നോക്കിയിരിക്കുന്നത്. മുന്നണി മാറ്റം സംഭവിച്ചാൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ട സാഹചര്യമുണ്ടാകും. എന്ത് സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം.